വേൾഡ്സ് ഓൺലി ആൽക്കഹോൾ മ്യൂസിയം. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഗോവയിൽ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണിത്. ആക്ച്വലി ഞങ്ങളതൊന്ന് കണ്ടപ്പം നമ്മൾ അന്ന് കയറിയുന്നുള്ളൂ. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് തോന്നുന്നു. ഫെനി ചെയ്യുന്നതും പ്രിപ്പറേഷൻസും ഒക്കെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഇതൊരു 1 hour ടൂറാണ്. അതിൽ നമുക്കൊരു ടേസ്റ്റിംഗ് സെഷനും ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ടേസ്റ്റിംഗ് നമുക്ക് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്കത് മേടിക്കാനുള്ള അവസരം. ഓക്കെ, അതിന് നമ്മൾ പെർ പേഴ്സണിന് നമ്മൾ 500 rupees ആയിരുന്നു. അപ്പോൾ നമ്മൾ 4 ആൽക്കഹോൾ കോക്ടെയിലിൽ തന്നെ നമുക്കത് കവറപ്പ് ആയിക്കോളും. അപ്പോൾ ഞങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1000 rupees മേടിച്ചു. ഗോവയിലെ ആൽക്കഹോൾ കൾച്ചറിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ പറയുന്ന മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. ആൽക്കഹോൾ മേക്കിങ്ങും ഡ്രിങ്കിങ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ലോകത്തുനിന്നുള്ള വളരെ റെയർ കളക്ഷൻസാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ള പലതരം മെറ്റീരിയൽസ്, ജാർസ്, ഗ്ലാസസ്, വൈൻ ഗ്ലാസസ്, വുഡൻ ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആദ്യത്തെ പാർട്ടിലുള്ളത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരന് നമ്മൾ എങ്ങനെ ഡ്രിങ്ക് ചെയ്യണം, അതായത് വൈൻ ഏതിലാണ് ഡ്രിങ്ക് ചെയ്യേണ്ടത്, ഓരോ ഗ്ലാസ്സിനും ഒരു ഒറിജിനുണ്ട്, അതിനൊരു സ്റ്റോറിയുണ്ട്, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കി പെഗ് എന്ന് പറഞ്ഞത്, പെഗിൻ്റെ ഫുൾ ഫോം എന്താണ്, എന്തുകൊണ്ടാണ് പെഗ് എന്ന് നമ്മളൊരു ഒരു പെഗിനെ എന്തുകൊണ്ടാണ് പെഗ് എന്ന് വിളിക്കുന്നത്, ഒരു പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ് എന്ന് പറയുന്നത് അതിന് ബിഹൈൻഡ് ഒരു സ്റ്റോറിയുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത റൂമിൽ അതൊരു ഹാൻഡി കളക്ഷൻസാണ്. അതായത് നമ്മൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്ലാസസ്, ബിയർ ഗ്ലാസസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ബിയർ കുടിക്കുന്ന പലതരം ഡ്രിങ്കിങ് ഗ്ലാസസ്, അതിൻ്റെ മെഷർമെൻറ്റ് ഗ്ലാസസ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് സെക്കൻഡ് സെഷനിൽ കാണാം. തേർഡ് സെഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ഏരിയയാണ്. അവിടെ നമുക്ക് കുറേ പഴയ ഐറ്റംസ്, പഴയകാല ഐറ്റംസാണ് അവിടെ ഉള്ളത്. പഴയ കാലത്തിലുള്ള ഫെനി ഉണ്ടാക്കുന്ന അതായത് പ്രാചീനമായി എങ്ങനെയാണ് ഫെനി ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ഓൾറെഡി നിങ്ങൾ ഫെനി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. പക്ഷേ ഇതൊരു ഫസ്റ്റ് ടൈം വ്യൂവേഴ്സിന് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനുശേഷം സെല്ലാർ എക്സ്പീരിയൻസ്, അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. എങ്ങനെയാണ് അവർ ഫെനി ഏജ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു ഫെനി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇവിടെ ഏജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പം ആ റൂം കൂളായിട്ട് നിർത്താൻ വേണ്ടി അവർ ഒക്കേഷണലി വാട്ടർ സ്പ്രേ ചെയ്തു, ഒരു ഫോഗി അറ്റ്മോസ്ഫിയർ. അപ്പം അത് എങ്ങനെയാണത് ഡീറ്റെയിൽഡ് അവർ കാണിക്കുന്നുണ്ട് ആ ഫെനി ഏജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏജ് ചെയ്യുന്ന ഫെനിയെല്ലാം ഇവരുടെ സ്വന്തം കാഷ്യൂ ഫാമിൽ നിന്നുള്ളതാണ്. അപ്പം അവരൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടൂർ എൻഡ് ചെയ്യുന്ന നമ്മുടെ ഈ ടൂറ് എൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ടേസ്റ്റിംഗ് സെഷനിലാണ്. അവിടെ നമുക്ക് ബാർ ഏരിയയിൽ ഒരു മിക്സോളജിസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് കോക്ടെയിൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും നമുക്ക് തന്നിട്ടുണ്ട്. അവർ ഒരു 5 ടൈപ്പ് ഫെനീസ് നമുക്ക് കുടിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓരോന്നും കുടിക്കുമ്പോൾ അതെങ്ങനെ ടേസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് അത് ഡ്രിങ്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ ഏത് ഫ്രൂട്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ തരുന്ന 5ാമത്തേന്ന് പറയുന്ന ഡ്രൈ ഫെനിയാണ്. അതായത് ഭയങ്കര അത് കഴിച്ചിട്ട് അവർ സിട്രസിൻ ഫ്രൂട്ട് അത് കുടിച്ചു കഴിഞ്ഞ ശേഷം നമ്മളോട് പറയുന്ന സിട്രസിൻ കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രിങ്ക് എങ്ങനെ കഴിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റാൻഡേർഡൈസ് ചെയ്തുള്ളൊരു ഒരു ടൂറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൽക്കഹോൾ മ്യൂസിയം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. നമുക്കതുകൊണ്ട് ഡ്രിങ്ക്സ് അത്ര കിക്കൊന്നും ആവത്തില്ല. പക്ഷേ എങ്കിലും അത് നല്ല എഫക്റ്റ് ഉണ്ട്, ആ കഴിക്കുന്നത് നല്ല എഫക്റ്റ് ഉണ്ട്. പിന്നെ അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ
ഗോവയിലെ ബീച്ചസ് മാത്രമല്ല, കൾച്ചറുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങളൊരു ബീച്ച് മാത്രം ഫോക്കസ് ചെയ്തല്ല പോയത്. ശരിക്കും എല്ലാവരും പോകുന്നത് ഒരു പാർട്ടി വൈബിന് വേണ്ടിയാണ്. പക്ഷേ ഞങ്ങൾ പാർട്ടി വൈബ് അല്ലായിരുന്നു പോയത്, കുറച്ചുകൂടെ ഗോവ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ഫീലിലായിരുന്നു. ശരിക്കും നിങ്ങൾ ഒരു തവണ വിസിറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. ഒരു തവണ നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഈ ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം.